കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ നിതിൻ രാജിന്റെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. IG അജിത ബേഗത്തിനാണ് അന്വേഷണ ചുമതല. കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി. വിശദാംശങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, ഒരു സംഭവം പ്രത്യേക അന്വേഷണ സംഘം തന്നെ അന്വേഷിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ ഏത് തരത്തിലുമാണ്? KP ഏറെ വിമർശനങ്ങൾക്കൊടുവിലാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട നിതിൻ രാജിന്റെ ജീവനൊടുക്കിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർ റാമിനെ തന്നെ ഒടുവിൽ പിടികൂടിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് കുടുംബാംഗങ്ങൾ നിതിന്റെ പിതാവ് രാജനും ഒപ്പം തന്നെ സഹോദരിയും ആക്ഷൻ കൗൺസിൽ പ്രതിനിധി അടക്കം അല്പസമയങ്ങൾക്ക് മുമ്പ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിട്ട് കണ്ട കുടുംബത്തിന്റെ ആകുലതകളും ആവശ്യങ്ങളും മുന്നോട്ട് വച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുക. എന്നോടൊപ്പം നിതിൻ രാജിന്റെ പിതാവും രാജനും അതുപോലെ തന്നെ സഹോദരിയും ആക്ഷൻ കൗൺസിൽ പ്രതിനിധിയും നമ്മളോടൊപ്പം ചേരുകയാണ്. കുടുംബം കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണല്ലേ? വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു നടപടിയാണ് ഉണ്ടായത്. എന്ത് തോന്നുന്നു ഈ നിമിഷം? ആശ്വാസകരമായിട്ടുള്ളൊരു നടപടിയാണ് തോന്നുന്നത്. കാരണമെന്ന് പറഞ്ഞാൽ 100 ദിവസമായിട്ട് അന്വേഷിച്ചിട്ടും അതിലൊരു പുരോഗതിയോ ഒരു തൃപ്തിയോ ഇല്ലാതെ ഇരുന്ന ഈ 100-ാം ദിവസം 99-ാം ദിവസം രാത്രി അവർ പറയുന്നു ആന്ധ്രയിൽ നിന്ന് അറസ്റ്റ് ചെയ്തെന്ന്. എന്നാൽ ആന്ധ്രയിൽ നിന്നല്ല, വയനാട് നിന്നാണ് അവരെ അറസ്റ്റ് ചെയ്തത്. പോലീസിൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് ആളുണ്ടായിരുന്നിട്ട് പോലും അറസ്റ്റ് ചെയ്യാൻ വൈകിയതെന്ത്? കുടുംബത്തിൻ്റെ നീതി നിഷേധിച്ചതെന്ത്? കാരണം അന്വേഷണം അട്ടിമറിക്കാനാണ് നോക്കിയത്. പക്ഷേ ഞങ്ങളുടെ സംഘടനകളുടെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ, മറ്റ് ജനപ്രതിനിധികളുടെ എല്ലാ ഇടപെടൽ കൊണ്ട്, ആഭ്യന്തര വകുപ്പിൻ്റെ, അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എല്ലാം ശക്തമായ ഇടപെടൽ കൊണ്ട് ഇനി ഈ റാമിനെ ഒളിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. സുപ്രീം കോടതിയുടെ ഇടപെടൽ കൊണ്ട് ഇനി റാമിനെ ഒളിപ്പിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യം വന്നുകൊണ്ട് വെളിച്ചത്ത് കൊണ്ടുവന്നു, മുന്നിൽ കൊണ്ടുവന്നു. പക്ഷേ ഇനിയും അന്വേഷണം അട്ടിമറിക്കാതെ അദ്ദേഹത്തിന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും അതിലുപരി പിന്നെ ഈ ബാക്കിയുള്ള ഇൻസിഡൻറ്റിൽ പങ്കെടുത്ത ഏതെല്ലാം അധ്യാപകരാണ് അവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ വരണം. അതുപോലെ ഞാൻ അനുഭവിച്ച വേദനകൾ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നതല്ല. കോടതിയുടെ മുമ്പിൽ എൻ്റെ മുമ്പേ തന്നെ വക്കീലന്മാർ 2 പ്രാവശ്യമാണ് പിന്മാറിയത്. കാരണമെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ കേസ് ബാധിക്കാൻ സമയമായപ്പോൾ പ്രഗത്ഭരായ ഒരു വക്കീലും അതിനനുസരിച്ച് വേറൊരു വക്കീലും ആ സംഭവ സമയത്ത് മാറിക്കളഞ്ഞു. അതിലത്രയും എനിക്ക് വിഷമമുണ്ടായിരുന്നു. പിന്നെ കെൽസ എന്ന് പറയുന്ന സംഘടന ഇടപെട്ട് ഈ കേസ് നടത്തുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതിൽ പൂർണ്ണമായും അഭിനന്ദനം അറിയിക്കുന്നത് പാർവതി മേനോൻ വക്കീലാണ്. അവരാണ് ഇതിനെ മുൻകൈയെടുത്ത് ഈ കേസ് മുന്നോട്ട് കൊണ്ടുവരികയും സുപ്രീം കോടതിയിൽ പോയി വാദിച്ച് ഈ പ്രതിക്കെതിരെ നിയമ നടപടികൾ എടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും കോടതി ജാമ്യം നിഷേധിക്കുകയും ചെയ്യുന്നത്. ഡോക്ടർ റാമിനെ പിടികൂടിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ മറ്റൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ സംഗീത അടക്കം ഇപ്പോൾ ജാമ്യം ലഭിച്ച സാഹചര്യമുണ്ട്. മറ്റ് നിരവധി പേർ ഇതിനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളും വ്യക്തമായ സാഹചര്യം ഉണ്ടല്ലോ. അപ്പം മറ്റു പ്രതികളെ കൂടി വേഗം പിടികൂടേണ്ടതല്ലേ? അതെ, സംഗീതയുടെ തലശ്ശേരി സബ് കോടതിയിലെ ജാമ്യാപേക്ഷ ഞങ്ങൾ ചോദ്യം ചെയ്യും. കാരണമെന്ന് പറഞ്ഞാൽ അവരും ഇത് സ്വമേധയാ പ്രതിയാണ്. ഇതിൽ ആരൊക്കെയാണ് പങ്കെടുത്തത് അവരെ ആരെയും ഞങ്ങൾ വെറുതെ വിടുകയില്ല. കാരണം എൻ്റെ മകൻ അവിടെ പഠിച്ച് ഒരു ഡോക്ടറായി പുറത്തിറങ്ങാനാണ് അവൻ നിന്നത്. പക്ഷേ അവനെ പിറ്റേ ദിവസം നടന്ന ഡെൻ്റൽ അനാട്ടമിയുടെ പരീക്ഷ എഴുതിക്കാതിരിക്കാൻ ഈ അധ്യാപകൻ്റെ നേതൃത്വത്തിൽ, റാമിൻ്റെ നേതൃത്വത്തിൽ മറ്റുള്ള അധ്യാപകരെല്ലാം കൂടി കരുതിക്കൂട്ടി കൊല ചെയ്യുകയായിരുന്നു. ഇന്ന് വരെ ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. ആ വീണെന്ന് പറയുന്ന അവിടെ അത്രയും CCTV ഉണ്ട്. പക്ഷേ മോൻ വീഴുന്നതോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് കരുതിക്കൂട്ടി കൊല ചെയ്തിട്ട് മോനെ അവിടെ കൊണ്ടിട്ടതാണ്, അല്ലാതെ ഇത് ആത്മഹത്യയല്ല. എന്താണ് പറയുന്നത്? ഇപ്പോൾ പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഇന്ന് ഡോക്ടർ റാമിനെ പിടികൂടിയിട്ടുണ്ട്. ഇനിയും നിതിന് മാനസികമായിട്ട് പീഡിപ്പിച്ച നിരവധി പേർ ഇപ്പോഴും ഒളിവിലാണ്. പുതിയ അന്വേഷണ സംഘത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പുതിയ അന്വേഷണ സംഘം നിയമത്തിന് മുന്നേ പുതിയ അന്വേഷണ സംഘം തീർത്തും ഒരു ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നതെന്നറിയാം. പ്രതീക്ഷയുണ്ട് നീതി ലഭിക്കുമെന്ന്. പ്രതീക്ഷയുണ്ട്. കാര്യം കേരളത്തിലായിട്ട് പോലും ഈ കേരളത്തിലെ വയനാട് ആയിരുന്നിട്ട് പോലും ഈ 100-ാമത്തെ ദിവസം വരെ വേണ്ടി വന്നു റാമിനെ പിടിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും അവർ അയാൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തിട്ടാണ്
ഇത്രയും നാളെടുത്തത്. എന്നിട്ടും ലാസ്റ്റ് എന്തായാലും ഇന്നൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൻ്റെ ഭാഗമായിട്ടിട്ട് ഇനിയും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അതായത് അവർക്ക് എന്തെങ്കിലും സസ്പെൻഷനോ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരുമോ എന്നുള്ളത് കൊണ്ടാണ് ഇന്നെങ്കിലും അവരെ അതായത് പിടിച്ചത്. ക്രൈംബ്രാഞ്ചും മറ്റു ഉദ്യോഗസ്ഥരുമായിരിക്കാം റാമിനെ ഒളിപ്പിക്കാനുള്ള ഒരു ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്. പിന്നെ മറ്റ് ഉദ്യോഗസ്ഥരിൽ ഇനിയെങ്കിലും നമുക്കൊപ്പം നിൽക്കുമെന്ന് വിശ്വസിക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ മാമിനാണ്, അതായത് പാർവതി മാഡം, അഡ്വക്കേറ്റ് പാർവതി മാമിനും അവരുടെ ടീമിനും കെൽസയുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത്രയും വരെ എത്തിയത്. ആ മാമിന് ഞങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞിരുന്നാലും മതിയുള്ള കാര്യം, മാം ഞങ്ങളെക്കാളും എഫേർട്ട് എടുത്ത് ആ മാമും മാമിൻ്റെ ടീമും. നിലവിൽ പുതിയൊരു അന്വേഷണ സംഘം എത്തിയതിൽ അത് രൂപീകരിച്ചതിൽ തൃപ്തി ഉണ്ടെന്നാണ് കുടുംബം പ്രതികരിക്കുന്നത്. KP അതുപോലെ തന്നെ അന്വേഷണം വേഗത്തിലാക്കി കുറ്റപത്രം അത് കോടതിക്ക് മുന്നിൽ എത്തണമൊപ്പം തന്നെ റാമിനും മറ്റു കൂട്ടാളികൾക്കും തക്കതായ ശിക്ഷ ലഭിക്കണമെന്നാണ് കുടുംബത്തിന് പറയാനുള്ളത്. KP നിതിൻ രാജിന്റെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. IG അജിത ബീഗത്തിനാണ് അന്വേഷണ ചുമതല. കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച് തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ. MS വീണയാണ് വിവരങ്ങൾ നൽകിയത്.